ഒരു ക്ലാസ് മുറിയിൽ ഫ്രീ അവറാണ്. അതറിയുമ്പോൾ കുട്ടികൾ ഒത്തിരി ബഹളം ഉണ്ടാക്കുന്നു. ബഹളം വലിയൊരു അരോചകമായിട്ട് മാറി. ഉടനെ തൊട്ടടുത്തുള്ള ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ കയറി വന്നു. എന്നിട്ട് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാവരും ശാന്തരായിരുന്നു. ഇനി ശബ്ദമുണ്ടാക്കില്ല എന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് അവർക്കൊരു വർക്ക് കൊടുക്കാമെന്ന് കരുതി അദ്ദേഹം പെട്ടെന്ന് കാനായിലെ കല്യാണ വിരുന്നിലെ കോണ്ടക്സ്റ്റ് അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സംഭവത്തിൻ്റെ പേരിൽ നിങ്ങളൊരു കവിത എഴുതണം. കുട്ടികൾക്ക് ആ ഒരു വർക്ക് കൊടുത്തിട്ട് അധ്യാപകൻ പോയി. 1 മിനിറ്റിനകം ഒരു കുട്ടി കവിതയുമായി അധ്യാപകന് മുമ്പിലെത്തി. 1 മിനിറ്റേ ആയിട്ടുള്ളൂ, കവിത തീർന്നു. ഒടുവിൽ അധ്യാപകൻ എല്ലാ കുട്ടികളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് നീ ആ കവിത വായിക്കാൻ പറഞ്ഞു. പരിഹാസത്തോടെയാണ് പറഞ്ഞത്. പക്ഷേ അവൻ ആ 2 വാക്കിൽ അവൻ രക്ഷാകര ചരിത്രത്തിലെ ആ ആദ്യ അത്ഭുതത്തെ വളരെ മനോഹരമായി വിവരിച്ചു. വെൻ വാട്ടർ സോ ഇറ്റ്സ് ലോഡ് ഇറ്റ് ബ്ലഷ്. വെള്ളം അതിൻ്റെ നാഥിനെ കണ്ടപ്പോൾ ചുവന്ന് തുടുത്തുപോയി. ഇത്രയേ ഉള്ളൂ. 2 വരിയിൽ ഒരു കുട്ടി ഈ ഭൂമിക്ക് നൽകിയ ഏറ്റവും മനോഹരമായൊരു സന്ദേശം. വെള്ളം അതിൻ്റെ നാഥനെ കണ്ടപ്പോൾ ചുവന്ന് തുടുത്തുപോയി. പ്രിയമുള്ളവരെ, ഒരു മാറ്റത്തിൻ്റെ അത്ഭുതമാണ് നാം ഇന്ന് വായിച്ചു കാണുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ യേശു ആദ്യ അത്ഭുതം എന്നോളം ഈ കാനായിലെ കല്യാണമെന്ന് നാം ചിന്തിക്കുമ്പോൾ എല്ലാ മിറാക്കിൾസും യേശു ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. ഒരു സാധ്യതയിൽ നിന്ന് അതിൻ്റെ ഏറ്റവും വലിയ സാധ്യതയെ യേശു കൊണ്ടുവന്നു. അതാണ് യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ പ്രത്യേകത. കണ്ണുള്ളവന് യേശു കാഴ്ച നൽകി. അവിടുത്തെ സാധ്യത മനസ്സിലാക്കി അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതിനെ പുറത്തെടുത്തു. ഒരു തളർവാദ രോഗി കിടക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ സാധ്യത ക്രിസ്തു പുറത്തെടുത്ത് അവനെ നടക്കാൻ പറഞ്ഞു. അങ്ങനെ എന്തൊരു അത്ഭുതത്തിന് പിന്നിലും യേശു ചെയ്ത ഏറ്റവും മനോഹരമായൊരു കാര്യം അവൻ്റെ ഉള്ളിലെ ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള കാര്യത്തെ പുറത്തെടുത്തു. ഇതിനെ സൈക്കോളജിയിൽ പറയുന്ന ടേം സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ്. ഒന്നിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഒന്നിനെ പുറത്തെടുക്കുന്ന രീതി. ഇതാണ് യേശുവിൻ്റെ അത്ഭുതത്തിൽ എല്ലാം ചെയ്തിട്ടുള്ളത്. അതാണ് യേശുവിൻ്റെ പ്രത്യേകത. നത്തിങ് കംസ് ഔട്ട് ഓഫ് നത്തിങ്. യേശു പുതിയ നിയമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തൊക്കെ അങ്ങനെ ഒരു വെളിച്ചത്തിലാണ്. എല്ലാത്തിൽ നിന്നും ഏറ്റവും മനോഹരമായ സാധ്യതയെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പഴയ നിയമത്തിൽ ദൈവം ഒന്നുമില്ലായ്മ നിന്ന് സൃഷ്ടിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ദൈവം ഉള്ളതിൽ നിന്ന് ഏറ്റവും മനോഹരമായതിനെ പുറത്തെടുത്തു. അതാണ് അത്ഭുതങ്ങളുടെ ഒരു പ്രത്യേകതയായി നമ്മളൊക്കെ കാണേണ്ടത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ക്രിസ്തുവിനെ കൺകുളിർക്കെ കാണുക. വെള്ളം അതിൻ്റെ നാഥനെ കണ്ടപ്പോൾ ചുവന്ന് തൊടുത്തുപോയി എന്നാണ്. ഈ അത്ഭുതം ഇങ്ങനെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. എല്ലാ അത്ഭുതങ്ങളിലും യേശു എന്തെങ്കിലുമൊക്കെ വാക്കുച്ചരിക്കുകയോ എന്തെങ്കിലും സ്പർശനം നടത്തുകയോ എന്തെങ്കിലും ആക്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ യേശു ഒന്നും ചെയ്തില്ല. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ഭരണിയിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന് അടുത്തുകൊണ്ട് ചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. ഇതിനിടയ്ക്ക് ഇൻബിറ്റ്വീൻ സംഭവിച്ച ആക്ട് നമുക്ക് മനസ്സിലാകില്ല. അതിൻ്റെ അർത്ഥം അവിടെ യേശു ഒന്നും ചെയ്തില്ല, വെറുതെ ആ ഭരണിയുടെ അടുത്ത് പോയി നിന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും വെള്ളം തൊടുത്തുപോയി. പ്രിയമുള്ളവരെ, ഒരു മാറ്റത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ മാറ്റങ്ങൾക്കും എല്ലാ അത്ഭുതങ്ങൾക്കും പിന്നിൽ ഒരു രഹസ്യം മാത്രമേ ഉള്ളൂ. ആ രക്ഷകനെ, ആ ക്രിസ്തുവിനെ കൺകുളിർക്കെ കാണുക. അത് മതി. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട. അതാണ് കലവറക്കാരൻ പിന്നീട് ചോദിച്ച ചോദ്യത്തിൽ വളരെ പ്രസക്തമായി നമുക്ക് തോന്നുന്നത്. നല്ല വീഞ്ഞ് ഇതുവരെയും നീ കാത്തു സൂക്ഷിച്ചുവല്ലോ. എന്താണ് നല്ല വീഞ്ഞ്? നല്ല വീഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെയാണ്. ഈ ക്രിസ്തുവിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആ ക്രിസ്തുവിനെ കൺകുളിർക്കെ കാണുക. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഒന്ന് പുറത്തു വരും. നമ്മുടെയൊക്കെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ പുറത്തെടുക്കുക. അതാണ് സെൻറ്റ് പോളൊക്കെ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി അതിൽ നിന്ന് ബെസ്റ്റായിട്ടുള്ള കാര്യത്തെ പുറത്തു കൊണ്ടുവരിക. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണും. ആ ക്രിസ്തുവിനെ പുറത്തെടുത്ത് ആ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായി പ്രസൻറ്റ് ചെയ്യുക. അതാണ് ഇന്നത്തെ ഗോസ്പൽ. ഒന്നിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഒന്നിനെ കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുവിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാത്ത മനുഷ്യരൊക്കെ ഇന്നും സാധാരണ പച്ചവെള്ളം പോലെ ജീവിക്കുകയാണ്. പച്ചവെള്ളമായി എത്ര കാലം ജീവിക്കും? ഏറ്റവും മനോഹരമായ ഒരു വീഞ്ഞ് ഇനിയും ആരും കാണാതെ നമ്മളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ പുറത്തെടുക്കാനാണ് ഇന്നത്തെ ഗോസ്പൽ നമ്മളെ ക്ഷണിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അത്ഭുതം കണ്ടേ, ആദ്യത്തെ അത്ഭുതം കണ്ടേ. തെളിനീരിനെ വീഞ്ഞാക്കി, കണ്ണീരിനെ നീ മാറ്റി. കർത്താവേ, നീ ആരോരും ഇല്ലാത്തവരുടെ
രക്ഷകനല്ലേ, ആരോരും ഇല്ലാത്തവരുടെ രക്ഷകനല്ലേ. കാനായിലെ കല്യാണ നാളിൽ ആദ്യത്തെ അത്ഭുതം കണ്ടേ, ആദ്യത്തെ അത്ഭുതം കണ്ടേ. രക്ഷകനല്ലേ, ആരോരുമില്ലാത്തവരുടെ രക്ഷകനല്ലേ. കാനായിലെ കല്യാണ നാളിൽ ആദ്യത്തെ അത്ഭുതം കണ്ടേ, ആദ്യത്തെ അത്ഭുതം കണ്ടേ. ഗതിയില്ലാതലയുന്നവരുടെ രക്ഷകനല്ലേ, ഗതിയില്ലാതലയുന്നവരുടെ രക്ഷകനല്ലേ. കാനായിലെ കല്യാണ നാളിൽ ആദ്യത്തെ അത്ഭുതം കണ്ടേ, ആദ്യത്തെ അത്ഭുതം കണ്ടേ. തെളിനീരിനെ വീഞ്ഞാക്കി കണ്ണീരിനെ നീ മാറ്റി, കർത്താവേ നീ ആരോരുമില്ലാത്തവരുടെ രക്ഷകനല്ലേ, ആരോരുമില്ലാത്തവരുടെ രക്ഷകനല്ലേ. കാനായിലെ കല്യാണ നാളിൽ ആദ്യത്തെ അത്ഭുതം കണ്ടേ, ആദ്യത്തെ അത്ഭുതം